വെറും 24 വർഷങ്ങൾ മാത്രം ജീവിച്ച് 2025 സെപ്റ്റംബർ 7 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ പിയർ ജോർജിയോ ഫ്രസ്സാത്തിക്ക് പർവ്വതാരോഹണം ഒരു ഹരമായിരുന്നു. ഒരിക്കൽ സുഹൃത്തുക്കൾക്കൊപ്പം ഇങ്ങനെ പർവ്വതാരോഹണം നടത്തവേ സുഹൃത്തുക്കളിൽ ഒരാളായ എലിസ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഫ്രസ്സാത്തി അവളെ അടുത്ത ലെവലിലേക്ക് എത്താൻ സഹായിക്കുകയുമുണ്ടായി. അതിനിടെ പാറക്കെട്ടുകൾക്കിടയിൽ കൈയുടക്കിയ ഫ്രസ്സാത്തിയുടെ കൈക്ക് പരിക്കേൽക്കുകയും നഴ്സ് കൂടിയായിരുന്ന എലിസ അത് വെച്ചുകെട്ടുകയും ചെയ്തു. മുറിവ് വെച്ചുകെട്ടി എല്ലാം ഓക്കെ ആയപ്പോൾ സാധാരണയായി കൂട്ടുകാർ നർമ്മരൂപേണ ചെയ്യാറുള്ളതുപോലെ ഫ്രസ്സാത്തിയുടെ കൂട്ടുകാരും തങ്ങൾക്ക് ഐസ്ക്രീം ചെലവ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഫ്രസ്സാത്തി സമ്മതിക്കുകയും ചെയ്തു. അതിന്റെ കൂടെ ഫ്രസ്സാത്തി ആവശ്യപ്പെട്ട കാര്യമാണ് ആ യുവാവിന്റെ വിശുദ്ധിയെ പ്രതിഫലിപ്പിക്കുന്ന വാക്കുകൾ. തന്റെ കൂട്ടുകാരെ മുഴുവൻ നോക്കിക്കൊണ്ട് ഫ്രസ്സാത്തി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിത്തരാം, പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. നമ്മിൽ ആരാണോ ആദ്യം സ്വർഗത്തിലെത്തുന്നത് ആ വ്യക്തി മറ്റുള്ളവരെയും അവിടേക്ക് കയറാൻ സഹായിക്കണം. ആ സുഹൃത് വലയത്തിൽ നിന്ന് ആദ്യം ഇഹലോകവാസം വെടിഞ്ഞത് ഫ്രസ്സാത്തി തന്നെയായിരുന്നു. 24-ാം വയസ്സിൽ നിത്യത പുൽകിയ ഫ്രസ്സാത്തി ഇന്ന് വിശുദ്ധ പദവിയിൽ എത്തി നിൽക്കുമ്പോൾ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ആ യുവാവിന്റെ വാക്കുകൾ ഇന്നത്തെ യുവതലമുറയ്ക്ക് വെല്ലുവിളി ആകുകയാണ്.